ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാവരെയും ടൂർ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. എല്ലാവരെയും പോലെ ഞാനും അന്ന് വല്ലാതെ ഉത്സാഹത്തിലായി. ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ടൂർ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം എല്ലാവരും 1000 രൂപ ഫീസ് കൊണ്ടുവരണമെന്ന് ക്ലാസ് ടീച്ചർ എല്ലാവരോടും പറഞ്ഞു. അത്രയും രൂപ ആകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കെന്തോ ആകെ വല്ലാതായി. അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് ടൂറിൻ്റെ കാര്യം വീട്ടിൽ പറയേണ്ടെന്ന തീരുമാനത്തിലായി. ഒടുവിൽ ഞാൻ ഈ മാസത്തെ കറണ്ട് കാശ് അടക്കാത്തതിനാൽ വീട്ടിലെ ഫീസ് തന്നെ ഊരിയിട്ടിരിക്കുകയാണ്. ഇനി ടൂറിൻ്റെ കാര്യം കൂടെ അറിഞ്ഞാൽ അച്ഛൻ ആകെ വിഷമത്തിലാവും. അതെനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടിലെത്തി. ഹാളിലെ ഒരു ചെറിയ ടേബിളിൽ മെഴുകുതിരി കത്തിച്ച് അടുത്ത ദിവസത്തെ ഹോംവർക്ക് എഴുതുന്ന സമയത്താണ് പണിയും കഴിഞ്ഞ് സൈക്കിളിൽ എൻ്റെ അച്ഛൻ കടന്നു വരുന്നത്. ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലെ ജീവനക്കാരനാണ് എൻ്റെ അച്ഛൻ. എന്നെ കണ്ടതും കയ്യിൽ കരുതിയ പലഹാരത്തിൻ്റെ പൊതി ഒരു ചെറുചിരിയോടെ എനിക്ക് നേരെ നീട്ടി. കുളി കഴിഞ്ഞ് ഉമ്മറത്തെ തിണ്ണയിൽ വന്നിരുന്ന് എന്നോട് ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അച്ഛൻ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ ടൂറിൻ്റെ കാര്യം മാത്രം അച്ഛനോട് പറഞ്ഞില്ല. അമ്മയാണെങ്കിൽ കറണ്ട് ഗ്യാസിൻ്റെ കാര്യം അച്ഛനോട് ചോദിച്ചു. ഞാനേ ജോലിസ്ഥലത്ത് ഒരാളോട് പൈസ ചോദിച്ചിട്ടുണ്ട്, നാളെ കിട്ടും. അത് കിട്ടിയാൽ ഉടനെ നമുക്ക് കറണ്ട് ഗ്യാസ് കൊടുക്കാം. ഇന്നൊരു ദിവസം കൂടി നീ ക്ഷമിക്ക്. അച്ഛൻ അമ്മയെ കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചു. വീട്ടിലെ അവസ്ഥ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഞാനും അമ്മയും യാതൊന്നും അച്ഛനോടിങ്ങനെ ആവശ്യപ്പെടാറില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്ന് അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരോടും ടൂർ പോകാനുള്ള ഫീസ് വാങ്ങി തുടങ്ങി. വരാൻ താല്പര്യമില്ലാത്തവരോട് എഴുന്നേറ്റ് നിൽക്കാനും പറഞ്ഞു. ഉടൻ തന്നെ ഞാനും എഴുന്നേറ്റു. ഇയാളുടെ ടൂറിൻ്റെ ഫീസ് അച്ഛൻ രാവിലെ ഓഫീസിൽ കൊണ്ടുവന്നു തന്നിരുന്നല്ലോ. ടീച്ചർ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കാകെ വല്ലാതായി. എൻ്റെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ കരഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ഗേറ്റ് കടന്നപ്പോൾ അവിടെ എന്നെയും കാത്ത് സൈക്കിളിൽ റോഡരികിൽ നിൽക്കുകയാണ് എൻ്റെ അച്ഛൻ. മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ഓടി അടുത്തേക്ക് എന്നു. മുറുകെ കെട്ടിപ്പിടിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനെ നോക്കി. നീ എന്താ ടൂറിൻ്റെ കാര്യം നിന്നോട് പറയാനേ? പൈസയുടെ കാര്യം ഓർത്തിട്ടാണോ? അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. ക്യാഷിൻ്റെ കാര്യം ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, മോൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു തരാനല്ലേ ഈ അച്ഛനുള്ളത്. അച്ഛൻ അത് പറഞ്ഞതും എനിക്കെൻ്റെ കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലയിൽ വാത്സല്യത്തോടെ അച്ഛൻ തലോടി. അച്ഛൻ പതിയെ എന്നെ നിർത്തിയിരിക്കുന്ന സൈക്കിളിൻ്റെ പിന്നിലേക്ക് ഇരുത്തി. ഞാൻ സ്നേഹത്തോടെ എൻ്റെ അച്ഛനെ വട്ടം പിടിച്ചു. പിന്നെ പതിയെ സൈക്കിൾ നീങ്ങിത്തുടങ്ങി. അച്ഛൻ എന്ന കരുതലിനോളം മറ്റാരുണ്ട്?